ഇന്നത്തെ റംസാൻ സീരീസ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അടിപൊളി സ്നാക്കാണ്, വളരെ ഈസിയും കൂടിയാണ്. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മുന്തിരി ഇഷ്ടമുണ്ടെങ്കിൽ മുന്തിരി ചേർക്കാം. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര നേന്ത്രപ്പഴം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 പഴം വെച്ചിട്ടും ചെയ്യാം, 2 പഴം വെച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം 1 മന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾക്ക് പെരുന്നാളിനൊക്കെ ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. അതും ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റാണ് കേട്ടോ. അതിലേക്ക് ഒരു മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മുട്ട ഒന്ന് ചീകി കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനെ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നാലും ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നല്ല മണം വരാൻ സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് സമൂസ ലീഫാണ് കേട്ടോ. സമൂസ ലീഫിലാണ് ഈ ഫില്ലിങ് വെക്കുന്നുള്ളത്. അപ്പോൾ ഇത് അവിടെ ആറുന്നവരെ മാറ്റി വെക്കുക. ഇനി സമൂസ ഷീറ്റ് എടുക്കുക. ഇനി നമ്മൾ നേരെ ഹാഫാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലൊക്കെ മൈദപ്പൊടി തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിൽ ഫില്ല് വെക്കുക, റോൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ റോൾ ചെയ്തിട്ട് 2 സൈഡും നമ്മൾ ടൈറ്റാക്കി ഒന്ന് അമർത്തി കൊടുത്താൽ അതിങ്ങനെ ഈ ഷേപ്പിലായി കിട്ടും. ഇനി നമ്മൾ ചൂടായ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്യാം. 1 മന്തൊക്കെ നിൽക്കും. നമ്മൾ ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ആവശ്യമനുസരിച്ചിട്ട് ഒരു 2 hours മുമ്പ് എടുത്താൽ നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി സ്നാക്കാണ്. സ്വീറ്റ് ഇഷ്ടമാകുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫഹദ്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല മധുരമായിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്.